ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ശ്രുതി മകേഷ് യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയിൽ നീലഗിരി കുന്നുകൾക്ക് നടുവിലായി സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും മനോഹരമായ ഹിൽ സ്റ്റേഷനുകളിൽ ഒന്നായിട്ടുള്ള ഊട്ടി. അതെ, ഊട്ടിയിലെ പ്രധാനപ്പെട്ട 15 വിനോദസഞ്ചാര കേന്ദ്രങ്ങളാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. പൂക്കൾ ഇഷ്ടമില്ലാത്തവരായി ആരും ഉണ്ടാവില്ല. റോസ് സുഗന്ധങ്ങൾക്കിടയിൽ മണിക്കൂറുകൾ ചെലവഴിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഊട്ടി റോസ് ഗാർഡൻ തീർച്ചയായും സന്ദർശിക്കേണ്ടതാണ്. വളരെ മനോഹരമായി ലാൻഡ്സ്കേപ്പ് ചെയ്ത ഈ പൂന്തോട്ടത്തിലൂടെ നിങ്ങൾ നടക്കുമ്പോൾ വേറൊരു ലോകത്തിലേക്ക് പ്രവേശിച്ചതായിട്ടുള്ള ഒരു ഫീൽ നിങ്ങൾക്ക് അനുഭവപ്പെടും. വേനൽക്കാലത്ത്, അതായത് മാർച്ച് മുതൽ ജൂൺ വരെ, ആ സമയത്താണ് ഇവിടെ ഏറ്റവും കൂടുതൽ പൂവിടുന്ന സമയം എന്ന് പറയുന്നത്. ആ സമയത്താണ് നിങ്ങൾ സന്ദർശിക്കുന്നതെങ്കിൽ ഊട്ടി റോസ് ഗാർഡനിലെ പുഷ്പ പ്രദർശനവും കാണുവാനായിട്ട് സാധിക്കും. ഊട്ടിയിൽ കണ്ടിരിക്കേണ്ട അടുത്ത പ്രധാനപ്പെട്ട സ്ഥലമാണ് ഊട്ടി ലേക്ക്. ഏറെ പഴക്കം ചെന്ന ഒരു മനുഷ്യനിർമ്മിത തടാകമാണ് ഊട്ടി തടാകം. ഊട്ടിയിലെ മനോഹരമായ വിനോദസഞ്ചാര കേന്ദ്രമാണിത്. ഊട്ടി തടാകത്തിലെ പ്രധാന ആകർഷണം എന്ന് പറയുന്നത് അവിടുത്തെ ബോട്ട് സവാരിയാണ്. യൂക്കാലിപ്റ്റസ് മരങ്ങളാൽ ചുറ്റപ്പെട്ട ഈ തടാകം മനോഹരമായ കാഴ്ചകൾ പ്രദാനം ചെയ്യുന്നു. ഊട്ടി തടാകത്തിന്റെ സന്ദർശന സമയം രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ്. ഊട്ടിയിലെ പ്രധാന ആകർഷണങ്ങളിൽ മറ്റൊന്നാണ് ഊട്ടിയിലെ ഗവൺമെന്റ് ബൊട്ടാണിക്കൽ ഗാർഡൻ. 55 ഏക്കറിലായി പരന്നു കിടക്കുന്ന വിദേശ സസ്യങ്ങളുടെയും പൂക്കളുടെയും മരങ്ങളുടെയും വിപുലമായ ശേഖരം ഈ പൂന്തോട്ടത്തിൽ നമുക്ക് കാണുവാനായി സാധിക്കും. പൂക്കളുടെ സുഗന്ധത്തിനും പച്ചപ്പിനും ഇടയിൽ നല്ലൊരു സായാഹ്നം ചെലവഴിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് ബൊട്ടാണിക്കൽ ഗാർഡൻ നല്ലൊരു ചോയ്സ് ആണ്. മാത്രമല്ല, മെയ് മാസത്തിൽ ഇവിടെ നടക്കുന്ന ആനുവൽ ഫ്ലവർ ഷോ വളരെ പ്രശസ്തമാണ്. സൂര്യപ്രകാശത്തിൽ മനോഹരമായി കാണപ്പെടുന്ന പുൽത്തകിടികളും വളരെ ജനപ്രിയമാണ്. 20 ദശലക്ഷം വർഷം പഴക്കമുള്ള ഫോസിൽ ട്രീ ട്രങ്കാണ് ഇവിടത്തെ പ്രധാന ആകർഷണം. വാസ്തുവിദ്യാ സൗന്ദര്യവും മതപരമായ പ്രാധാന്യവും കണക്കിലെടുത്ത് ഊട്ടിയിൽ സന്ദർശിക്കേണ്ട മറ്റൊരു സ്ഥലമാണ് 19ാം നൂറ്റാണ്ടിൽ പണിയെഴുപ്പിച്ച സെന്റ് സ്റ്റീഫൻ ചർച്ച്. താരതമ്യേന ലളിതമാണെങ്കിലും വളരെ മനോഹരമായ ഇന്റീരിയർ ആണ് ഈ പള്ളിയുടേത്. ലാസ്റ്റ് സപ്പറിന്റെ പെയിന്റിങ്ങിനൊപ്പം പെയിന്റ് ചെയ്ത ഗ്ലാസ് വിൻഡോകൾ പ്രത്യേകിച്ചും ആകർഷകമാണ്. ഈ പള്ളിയുടെ നിർമ്മാണത്തിന് ഉപയോഗിച്ച തടി ശ്രീരംഗപട്ടണത്തിൽ നിന്നും ടിപ്പു സുൽത്താന്റെ കൊട്ടാരത്തിൽ നിന്നും കൊണ്ടുവന്നതാണെന്ന് പറയപ്പെടുന്നു. നെക്സ്റ്റ് വൺ, പൈക്കാര ലേക്ക് ആൻഡ് പൈക്കാര വാട്ടർഫോൾസ്. ഊട്ടിയിൽ പെട്ടെന്ന് വന്ന് പെട്ടെന്ന് തിരികെ പോകുന്നവർക്ക് പറഞ്ഞിട്ടുള്ളതല്ല പൈക്കാര തടാകം. ഊട്ടി മൈസൂർ പാതയിൽ ഊട്ടിയിൽ നിന്ന് 21 കിലോമീറ്റർ അകലെയായാണ് ഈ തടാകം സ്ഥിതി ചെയ്യുന്നത്. ഈ തടാകത്തിൽ നിന്നും 1.5 കിലോമീറ്റർ അകലെയായി ഒരു പച്ചപ്പ് നിറഞ്ഞ താഴ്വരയിലാണ് പൈക്കാര വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. മുക്കുഴ്ത്തി കൊടുമുടിയിൽ നിന്നും ഉത്ഭവിക്കുന്ന പൈക്കാര നദിയും ആ നദി ഉൽപ്പാദിപ്പിക്കുന്ന വെള്ളച്ചാട്ടങ്ങളും ഊട്ടിയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന ഏറ്റവും മനോഹരവും ഗംഭീരവുമായ കാഴ്ചകളിൽ ഒന്നാണ്. തമിഴ്നാട് ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ പൈക്കാര തടാകത്തിൽ ഒരു ബോട്ട് ഹൗസും റെസ്റ്റോറന്റും നടത്തുന്നുണ്ട്. ഒരു ഹെറിറ്റേജ് സൈറ്റായും കൂടി പ്രഖ്യാപിച്ചിട്ടുള്ള പൈക്കാര തടാകം ഊട്ടിയിൽ തീർച്ചയായും കണ്ടിരിക്കേണ്ട സ്ഥലങ്ങളിൽ ഒന്നാണ്. റോസ് ഗാർഡനിൽ നിന്നും 1 കിലോമീറ്ററും ഊട്ടി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 4 കിലോമീറ്ററും അകലെ ഊട്ടിയിലെ എൽക്ക് കുന്നിൻ മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഹിന്ദു ക്ഷേത്രമാണ് എൽക്ക് മുരുകൻ ക്ഷേത്രം. 40 അടി ഉയരമുള്ള മുരുകന്റെ പ്രതിമയാണ് ഇവിടുത്തെ പ്രത്യേകത. ക്ഷേത്രത്തിന്റെ ചുറ്റുമതിലിന് പുറത്ത് തലയുയർത്തി നിൽക്കുന്ന മുരുകൻ ദൂരദേശങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകരെയും ഭക്തരെയും ആകർഷിക്കുന്നു. മലേഷ്യയിലുള്ള വട്ടുഗുഹകളിലെ മുരുകന്റെ പ്രതിമയുടെ ഒരു പകർപ്പാണ് ഈ പ്രതിമ. പ്രകൃതി ഭംഗിയും ശാന്തമായ അന്തരീക്ഷവും ഇവിടം സന്ദർശിക്കുന്ന ഭക്തർക്ക് ഒരു അധിക ആകർഷണം നൽകുന്നു എന്ന് പറയാം. മകരമാസത്തിലെ പൂയം നാളിലുള്ള തൈപ്പൂയം ഇവിടുത്തെ പ്രസിദ്ധമായ ഉത്സവമാണ്. 2637 മീറ്റർ ഉയരമുള്ള നീലഗിരിയിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതമാണ് ദൊഡബെട്ട. ബഡുഗു ഭാഷയിൽ ദൊഡബെട്ട എന്ന പേരിന്റെ അർത്ഥം തന്നെ വലിയ പർവ്വതം എന്നാണ്. ഊട്ടി ബസ് സ്റ്റാൻഡിൽ നിന്നും 10 കിലോമീറ്റർ ആണ് ഇവിടേക്കുള്ള ദൂരം.
പൊതുജനങ്ങൾക്ക് മുഴുവൻ ജില്ലയുടെ മനോഹരമായ ദൃശ്യം ആസ്വദിക്കാനായി ദൊഡബെട്ടയുടെ മുകളിൽ 2 ദൂരദർശിനികളുള്ള ഒരു നിരീക്ഷണ കേന്ദ്രവും ഉണ്ട്. ഈ വ്യൂ പോയിന്റിൽ നിന്നുള്ള സൂര്യാസ്തമയം അതിമനോഹരമാണ്. ഊട്ടിയിലേക്കുള്ള ടോയ് ട്രെയിൻ യാത്ര ജീവിതത്തിൽ ഒരിക്കലെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒന്നാണ്. ഉയർന്ന വെള്ളച്ചാട്ടങ്ങൾക്കും അസംഖ്യം ഗുഹകൾക്കുമിടയിലൂടെയുള്ള ഈ ട്രെയിൻ യാത്ര നീലഗിരി പർവ്വതനിരകളിലൂടെയാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത്. യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഇടം പിടിച്ചിട്ടുള്ള നീലഗിരി മൗണ്ടൻ റെയിൽവേ ഊട്ടിയിൽ നിന്നും കുനൂരിലേക്കുള്ള മനോഹരമായ ഒരു ട്രെയിൻ യാത്ര വാഗ്ദാനം ചെയ്യുന്നു. ഇന്ത്യയിലെ ഏറ്റവും വേഗത കുറഞ്ഞ ട്രെയിൻ എന്ന റെക്കോർഡും ഈ ലോക പൈതൃക തീവണ്ടി സ്വന്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും കൂടുതൽ തവണ വെള്ളി വെളിച്ചം കണ്ട ട്രെയിൻ എന്ന റെക്കോർഡും ഈ ട്രെയിനിന് സ്വന്തമാണ്. ഊട്ടിയിലെ മറ്റൊരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ് പൈൻ ഫോറസ്റ്റ്. ഊട്ടിയിലെ വളരെ ഫേമസ് ആയ ഷൂട്ടിംഗ് സ്പോട്ട് കൂടിയാണ് പൈൻ ഫോറസ്റ്റ്. കുതിച്ചുയരുന്ന പൈൻ മരങ്ങളും ശുദ്ധവായുവും ചുറ്റുമുള്ള പർവ്വതങ്ങളുടെ മനോഹരമായ കാഴ്ചകളും ചിത്രീകരണത്തിന് വളരെ ആവശ്യപ്പെടുന്ന സ്ഥലമാക്കി പൈൻ ഫോറസ്റ്റിനെ മാറ്റുന്നു. ഫോട്ടോഗ്രാഫിക്കും വീഡിയോ ഷൂട്ടിങ്ങിനും പശ്ചാത്തലമായി നിൽക്കുന്ന മനോഹരമായ ഭൂപ്രകൃതിയാണ് സന്ദർശകരെ ഇവിടേക്ക് കൂടുതലായി ആകർഷിക്കുന്നത്. പൈൻ ട്രീ ഫോറസ്റ്റിൽ ക്യാമ്പിംഗ് സൗകര്യവും ഉണ്ട്. ഊട്ടിയിൽ നിന്നും 15 കിലോമീറ്റർ, അതായത് 9 മൈൽ അകലെയുള്ള പ്രകൃതി രമണീയമായ വിനോദസഞ്ചാര കേന്ദ്രമാണ് വെൻലോക്ക് ഡൗൺസ് എന്നും അറിയപ്പെടുന്ന ഊട്ടിയിലെ 9th മൈൽ. അനന്തതയെന്ന് തോന്നിപ്പിക്കുന്ന വിശാലമായ പുൽമേടുകൾ ഈ ലൊക്കേഷനിലുണ്ട്. ഒരു കാലത്ത് ബ്രിട്ടീഷുകാരുടെയും യൂറോപ്യന്മാരുടെയും വേട്ടയാടൽ കേന്ദ്രമായിരുന്ന 9th മൈൽ ഇപ്പോൾ ഊട്ടിയിലെ ഏറ്റവും മനോഹരമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ്. പ്രശസ്തമായ നിരവധി സിനിമകൾ ഇവിടെ ചിത്രീകരിക്കപ്പെടുന്നതിനാൽ നാട്ടുകാർ 9ാം മൈലിനെ ഷൂട്ടിംഗ് മേട് എന്ന് ഓമന പേരിട്ട് വിളിക്കുന്നു. അതിമനോഹരമായ പ്രകൃതി ദൃശ്യങ്ങളാൽ സമ്പന്നമായ ഊട്ടിയിലെ വളരെ പ്രശസ്തമായ ഈ ഷൂട്ടിംഗ് പോയിന്റ് പിക്നിക്കിനും ഫോട്ടോഗ്രാഫിക്കും വളരെ അനുയോജ്യമായ സ്ഥലമാണ്. നഗരമധ്യത്തിൽ നിന്നും 4 കിലോമീറ്റർ അകലെയായി നീലഗിരി കുന്നുകളിൽ 1839 കിലോമീറ്റർ ഉയരത്തിലായാണ് ഊട്ടി ടീ ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത്. മരതകപ്പച്ച തേയിലത്തോട്ടങ്ങളാൽ ചുറ്റപ്പെട്ട ഈ മ്യൂസിയം ഉത്ഭവം മുതൽ ഇന്ന് വരെയുള്ള തേയില പരിണാമത്തിന്റെ ഒരു ടൂറിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്നു. ഒരുപാട് വെറൈറ്റി പ്രിസർവ്ഡ് ടീ ലീവ്സ് ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഇതിന് സമീപത്തായി ഒരു സുവനീർ ഷോപ്പും ഉണ്ട്. അവിടെ നിങ്ങൾക്ക് പല വെറൈറ്റിയിലുള്ള തേയിലകൾ പരീക്ഷിച്ച് വാങ്ങാവുന്നതാണ്. ഫ്രോഗ് ഹിൽ വ്യൂ പോയിന്റ്. ഊട്ടി ഗുഡല്ലൂർ റോഡിൽ ഗുഡല്ലൂരിൽ നിന്നും 12 കിലോമീറ്റർ അകലെയായാണ് ഫ്രോഗ് ഹിൽ വ്യൂ പോയിന്റ് സ്ഥിതി ചെയ്യുന്നത്. ദൂരെ നിന്ന് നോക്കുമ്പോൾ ഒരു തവളയെ പോലെ തോന്നുന്നത് കൊണ്ടാണ് ഇതിന് ഫ്രോഗ് ഹിൽ എന്ന പേര് വന്നത്. തവളമല എന്നും ഇത് അറിയപ്പെടുന്നു. മലനിരകളുടെ വ്യക്തമായ കാഴ്ച ആസ്വദിക്കണമെങ്കിൽ വേനൽക്കാലത്ത് വരുന്നതാണ് നല്ലത്. പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ മറ്റൊരു സ്ഥലമാണ് എമറാൾഡ് ലേക്ക് അഥവാ എമറാൾഡ് തടാകം. പച്ചപ്പ് നിറഞ്ഞ ഇവിടം സൈലന്റ് വാലി എന്നും അറിയപ്പെടുന്നു. ഊട്ടിയിൽ നിന്നും 20 കിലോമീറ്റർ അകലെയായി എമറാൾഡ് വില്ലേജിനടുത്തായാണ് എമറാൾഡ് തടാകം സ്ഥിതി ചെയ്യുന്നത്. പച്ചപ്പ് നിറഞ്ഞ പുൽമേടുകളാലും വനത്താലും ചുറ്റപ്പെട്ട എമറാൾഡ് തടാകത്തിലെ നീലജലം ഒരു വിസ്മയ കാഴ്ച തന്നെയാണ് നമുക്ക് പ്രദാനം ചെയ്യുന്നത്. ടൈഗർ ഹിൽ. ഡൊഡബെട്ട കൊടുമുടിയുടെ താഴത്തെ അറ്റത്താണ് ടൈഗർ ഹിൽ സ്ഥിതി ചെയ്യുന്നത്. കൊളോണിയൽ ശൈലിയിലുള്ള കോട്ടേജുകളുള്ള ഒരു റിസോർട്ടും സമീപത്തുണ്ട്. പ്രധാന നഗരത്തിന്റെ തിരക്കിൽ നിന്ന് മാറി പ്രകൃതിയുടെ മടിത്തട്ടിൽ വിശ്രമിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് താമസിക്കുവാൻ പറ്റിയ സ്ഥലമാണിത്. ടൈഗർ ഹില്ലിലെ സൂര്യോദയമാണ് ഇവിടെ സാക്ഷ്യം വഹിക്കേണ്ട ഏറ്റവും പ്രശസ്തമായ കാഴ്ചകളിൽ ഒന്ന്. 15ാമതായി ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഊട്ടിയിലെ വാക്സ് പ്ലാനറ്റ് ആണ്. ലണ്ടനിലെ വാക്സ് മ്യൂസിയം പോലെ സെലിബ്രിറ്റികൾ നിറഞ്ഞ ഒരു വാക്സ് മ്യൂസിയം കാണണമെന്നത് നിങ്ങളുടെ ഇതുവരെ പൂർത്തീകരിക്കാത്ത ഒരു ആഗ്രഹമാണെങ്കിൽ ഊട്ടിയിലെ വാക്സ് പ്ലാനറ്റ് നിങ്ങൾക്ക് സന്ദർശിക്കാവുന്നതാണ്. ഊട്ടി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 100 മീറ്റർ മാത്രം അകലെ സ്ഥിതി ചെയ്യുന്ന വാക്സ് പ്ലാനറ്റ് ഒരു പുതിയ വാക്സ് മ്യൂസിയമാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ട ദേശീയ അന്തർദേശീയ ചലച്ചിത്ര താരങ്ങൾ, കായിക താരങ്ങൾ, രാഷ്ട്രീയ നേതാക്കൾ, ചരിത്ര വ്യക്തികൾ എന്നിവരുടെ എല്ലാം മെഴുകുരൂപങ്ങൾ നിങ്ങൾക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും.
എല്ലാ ദിവസവും രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 8:30 വരെ ഇത് സന്ദർശകർക്കായി തുറന്നിരിക്കും. എന്നാൽ പൂർണ്ണമായി ഇത് നമുക്ക് കണ്ട് വരാനായിട്ട് ഒരു 2-3 മണിക്കൂർ ആവശ്യമുള്ളത് കൊണ്ട് വൈകുന്നേരം 7 മണിക്ക് മുമ്പായിട്ട് തന്നെ അവിടെ എത്താനായിട്ട് ശ്രമിക്കുക. ഊട്ടിയിൽ കാണുവാനായി ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന 15 സ്ഥലങ്ങളുടെ ലിസ്റ്റാണ് നിങ്ങൾ ഇതുവരെ കണ്ടത്. ഊട്ടിയിൽ 15 സ്ഥലങ്ങൾ മാത്രമല്ല, ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുപോലെ സജഷൻസ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്ത് അറിയിക്കുകയാണെങ്കിൽ ഈ വീഡിയോ കാണാൻ വരുന്ന മറ്റു പ്രേക്ഷകർക്കും അതൊരു ഉപകാരമാകും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ഈ വീഡിയോ ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത് തന്നെ ഞാൻ വരുന്നതാണ്. അതുവരെ നിങ്ങളോട് ബൈ പറഞ്ഞു പോകുന്നു. നിങ്ങളുടെ സ്വന്തം ശ്രുതി മഹേഷ്.